ആകാശവാണി. നമസ്കാരം. 2026 ഭൗമദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള കരുത്തുറ്റ ആഹ്വാനങ്ങൾ ഉയർത്തിയാണ് ഇത്തവണത്തെ ലോക ഭൗമദിനം കടന്നുപോയത്. പരിസ്ഥിതി പുനരുദ്ധാരണവും പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള പോരാട്ടവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായുള്ള ശാശ്വത പരിഹാരങ്ങളുമായിരുന്നു ഈ വർഷത്തെ ചർച്ചാ വിഷയം. ഇതനുസരിച്ച് രാജ്യത്തിനകത്തും ആഗോളതലത്തിലും ഭൗമ സംരക്ഷണത്തിനായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടീലും വ്യാപകമായി സംഘടിപ്പിച്ചു. സ്വന്തം പ്രവൃത്തികളെക്കുറിച്ച് തിരിച്ചറിവ് നേടാനും കൂടുതൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാകാനും വ്യക്തികളെയും സമൂഹങ്ങളെയും സർക്കാരുകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അവർ പവർ, അവർ പ്ലാനറ്റ്, നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന പ്രമേയം. ഭൂമിയുടെ ആരോഗ്യത്തിനായി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറേണ്ടതിന്റെയും ഫോസിൽ ഇന്ധനങ്ങളെ ഉപേക്ഷിക്കേണ്ടതിന്റെയും അനിവാര്യതയാണ് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൗമദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആവർത്തിച്ചുണ്ടാകുന്ന പ്രളയങ്ങളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കഠിനമായ ഉഷ്ണതരംഗങ്ങളും പരിസ്ഥിതിയിലുണ്ടായ ഭയാനകമായ മാറ്റങ്ങളുടെ സൂചനയാണ്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവും ജലാശയങ്ങളുടെ പുനരുജ്ജീവനവും വൈകുന്തോറും കൂടുതൽ അപകടം വിളിച്ചുവരുത്തും. മലിനീകരണം കുറച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിട്ടാൽ മാത്രമേ ഭൂമിയെ സംരക്ഷിക്കാനാകൂ. ഓരോ വീട്ടുപരിസരത്തും കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, വാതോർജ്ജം പോലുള്ളവയെ പ്രോത്സാഹിപ്പിക്കണം. ജൈവ അജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കപ്പെടണം. മഴവെള്ളക്കൊയ്ത്തും കിണർ റീചാർജിംഗും വ്യാപകമാക്കണം. ഇതിനെല്ലാം സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കണം. എങ്കിൽ മാത്രമേ വലിയ മാറ്റം കൊണ്ടുവരാനാകൂ. ഓരോ നിമിഷവും മലിനമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി. കാർബണിന്റെ അമിതമായ പുറന്തള്ളൽ മൂലം ഭൂമിയിൽ ചൂട് കൂടി വരുന്നതിന്റെ പരിണിത ഫലങ്ങൾ നാം ഓരോ ദിവസവും അനുഭവിക്കുകയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വ്യവസായ വിപ്ലവത്തിന് മുൻപുള്ള കാലത്തേക്കാൾ 50% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹരിതഗൃഹ വാതകങ്ങളുടെ അതിപ്രസരണം ഭൂമിയുടെ സ്വാഭാവിക താപനിലയെ ക്രമാതീതമായി ഉയർത്തുകയും ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രതിഭാസത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയും. പ്രവചനാതീതമായ മഴയും വരൾച്ചയും മൂലം ആഗോള ഭക്ഷ്യസുരക്ഷ തന്നെ ഇന്ന് വലിയ ഭീഷണിയിലാണ്. കൃഷിനാശവും മണ്ണിന്റെ ഗുണനിലവാര തകർച്ചയും മൂലം കർഷകർ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അത് പരോക്ഷമായി വരും തലമുറയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഭൂമി നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കേവലം ബോധവൽക്കരണം മാത്രം മതിയാകില്ല. മറിച്ച് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതും അനിവാര്യമാണെന്ന് ആധുനിക പാരിസ്ഥിതിക പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പരിസ്ഥിതി സൗഹൃദപരമായ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക, ഹരിത സാങ്കേതിക വിദ്യകൾക്കായി കൂടുതൽ പണം ചിലവഴിക്കുക, ലാഭത്തെക്കാൾ പ്രകൃതിയുടെ നിലനിൽപ്പിന് മുൻഗണന നൽകുന്ന സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ലിനിത നായർ ആകാശവാണിയോട്. കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം കേരളത്തെ ബാധിച്ചുവെന്നത് ഇന്നത്തെ അന്തരീക്ഷ താപനിലയിലുള്ള വർധനവും പ്രവചനാതീതമായ മഴയിലൂടെയും നമുക്ക് വ്യക്തമാണ്. കൂടാതെ ആഗോളതലത്തിൽ കണ്ടുവരുന്ന എൽനിനോ പ്രതിഭാസം ഇതിന്റെ തീവ്രത കൂട്ടുന്നു. മാറുന്ന കാലാവസ്ഥ കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതികളെ മാറ്റുന്നതിനോടൊപ്പം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തുന്നതായി കണ്ടുവരുന്നു. കാലാവസ്ഥാ വ്യതിയാനം വിളയിലെ രോഗകീടങ്ങളുടെ വർധനവിനും കാരണമാവുകയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായി ജല ഉപയോഗം കുറയ്ക്കുന്നതിനും മണ്ണിന്റെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും കേരളത്തിൽ ഇന്ന് കൃത്യത കൃഷിയും കാർബൺ ന്യൂട്രൽ ഫാമിങ്ങും വ്യാപകമായി ചെയ്തു വരുന്നു. 2026 UN ആഗോള പ്ലാസ്റ്റിക് ഉടമ്പടിയുടെ നിർണായക വർഷമായി കാണുന്നു. ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളും ഭക്ഷ്യ പാക്കേജിങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ദേശീയ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. മാലിന്യ വേർതിരിക്കൽ പരിശീലിക്കുക, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അംഗീകൃത പുനരുപയോഗ കേന്ദ്രങ്ങളിൽ എത്തിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ നിരസിക്കുക, ഊർജ്ജം ലാഭിക്കുക, ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ വ്യക്തിയെ ഈ ഗ്രഹത്തിൻ്റെ പ്രാഥമിക സംരക്ഷകനായി പ്രവർത്തിക്കാനും പ്രാപ്തനാക്കുന്നു. ഈ മൂല്യങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിലൂടെയും വ്യക്തിഗത ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും വരുന്ന തലമുറയെ വാർത്തെടുക്കുവാനും സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.
പരിസ്ഥിതി സംരക്ഷണം സർക്കാർ സംവിധാനങ്ങളിലോ ആഗോള സംഘടനകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് ഓരോ മനുഷ്യനും സമൂഹവും ബോധവാന്മാരാകണം. വർദ്ധിച്ചുവരുന്ന വേനൽച്ചൂടും ജലക്ഷാമവും ഭൗമദിനത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പ്രകൃതി നശീകരണ പ്രവർത്തനങ്ങളാണ് ഭൂമിയുടെ പച്ചപ്പും മണ്ണിന്റെ ഗുണങ്ങളും നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനമല്ല, മറിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് പ്ലാസ്റ്റിക് മലിനീകരണമാണ്. സമുദ്രങ്ങളെയും മണ്ണിലെ ആവാസ വ്യവസ്ഥയെയും ഒരുപോലെ തകർക്കുന്ന ഈ വിപത്തിനെതിരെ ശക്തമായ നടപടികൾ അനിവാര്യമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന ദൃഢനിശ്ചയം ഓരോ വ്യക്തിയും എടുക്കേണ്ടതുണ്ട്. അതിനായി പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളിലേക്ക് നീങ്ങണം. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുക തന്നെ വേണം. വ്യക്തിഗത ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യമാണ് ഭൗമദിനത്തിന്റെ പ്രധാന സന്ദേശങ്ങളിലൊന്ന്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കൽ, ജലസംരക്ഷണം, മരങ്ങൾ നടൽ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ ഉപയോഗം തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സാധ്യമാകും. പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിലൂടെ സർക്കാരുകൾ, സംഘടനകൾ, സമൂഹങ്ങൾ എന്നിവയുടെയും നിർണായക പങ്ക് എടുത്തു പറയേണ്ടതാണ്. പരിസ്ഥിതി സൗഹൃദ രീതികൾ സ്വീകരിക്കാനും ഹരിത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് നിരവധി ക്യാമ്പയിനുകളാണ് ലോകത്തുടനീളം സംഘടിപ്പിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി ഗ്രൂപ്പുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ക്ലീൻ ആപ്പ് ഡ്രൈവുകൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, വൃക്ഷത്തൈ നടീൽ എന്നിവയിലൂടെ പൊതുജന അവബോധം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കുന്നു. ഭൂമി വെറുമൊരു വിഭവമല്ല, അത് നമ്മുടെ വാസസ്ഥലമാണെന്ന് ലോക ഭൗമദിനം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിഗതമായ ഇടപെടലുകൾ എങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഹരിതകർമ്മസേന അംഗമായ സുമതി. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച വഞ്ചിയിലൂടെ പുഴയിൽ സഞ്ചരിച്ച് അതിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സുമതിയുടെ പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണത്തിന് പുതിയൊരു വിപ്ലവകരമായ കാഴ്ചപ്പാടാണ് നൽകുന്നത്. മാലിന്യമായി നാം തള്ളുന്ന പ്ലാസ്റ്റിക്കിനെ തന്നെ ശുചീകരണ പ്രവർത്തനത്തിനുള്ള ആയുധമാക്കി മാറ്റിയ സുമതി പരിസ്ഥിതി സ്നേഹികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രചോദനമാണ്. കേവലം ഒരു ജോലി എന്നതിലുപരി പ്രകൃതിയോടുള്ള ആത്മാർത്ഥമായ കരുതൽ കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുന്നത്. സുമതിയുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് സുമതി കുമാർ. ഞാൻ ചേരാനല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗമാണ്. 10 വർഷമായി ഞാൻ ഈ ജോലിയിലുണ്ട്. ഇപ്പോഴും ഞാൻ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്നുള്ള ഇത് വന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പ്ലാസ്റ്റിക്കിനെ പറ്റി, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ഉപയോഗം, റീസൈക്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ പല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്, നമ്മുടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, കത്തിക്കരുത്, കുഴിച്ചു മൂടരുത്. ഇത് മൂന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവി തലമുറക്ക് അത് ദോഷമുള്ള കാര്യമാണത്. അതുകൊണ്ട് ഇനി ജീവിക്കണമെങ്കിൽ നമ്മളുടെ അന്തരീക്ഷവും വെള്ളവും വായു എല്ലാം മലിനമാകാതെ നമ്മൾ സംരക്ഷിക്കണം. ഭൂമി നമ്മുടേതല്ല, വരും തലമുറയുടേതാണെന്നും അത് സുരക്ഷിതമായി അവർക്ക് കൈമാറേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നും ഓരോ പൗരനും ബോധമുണ്ടാകണം. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വനനശീകരണം, അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ഉപഭോഗ രീതികൾ ഭൂമിയുടെ കാലാവസ്ഥാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നിരവധി പഠനങ്ങളിൽ വ്യക്തമാവുകയാണ്. ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഇതിനകം തന്നെ 1.5 ഡിഗ്രിയിൽ കൂടുതലായി ഉയർന്നു. അത് വനനശീകരണത്തിന്റെ ഉപോൽപ്പന്നമാണ്. വനങ്ങൾ വേഗത്തിൽ നശിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്ന ശേഷി കുറയുകയാണ്. ഇതിന്റെ ഫലമായി ചൂട് കൂടുകയും ഹിമാനികളുടെ ഉരുകലിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ ഹരിതവും ആരോഗ്യകരവുമായ ഒരു നാളേക്കായി ഇന്ന് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത കാണിക്കണം. ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ഭൂമി നമുക്ക് നൽകുന്ന വിഭവങ്ങൾ നാളേക്കായി കരുതി വയ്ക്കാമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ലോകത്തുടനീളമുള്ള ഓരോ പരിസ്ഥിതി പ്രവർത്തകരും തങ്ങളുടെ സേവനം തുടങ്ങുന്നത്. പ്രതിഫലം കൂടാതെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിൽ നാം ഏവരും മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് കണ്ണൂർ ധർമ്മടത്തുള്ള സുരേന്ദ്രൻ. പുഴകൾ വൃത്തിയാക്കുന്നതിലൂടെയും സംസ്ഥാനത്തുടനീളം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചതിലൂടെയും കണ്ടൽ സുരേന്ദ്രൻ എന്ന വിളിപ്പേര് ഇദ്ദേഹത്തിന് ലഭിച്ചു.
പരിസ്ഥിതി സംരക്ഷണവും കണ്ടലിന്റെ ആവാസ വ്യവസ്ഥയും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശദീകരിക്കുകയാണ് ശ്രീ സുരേന്ദ്രൻ. ഈ അടുത്ത കാലം വരെയും കണ്ടൽക്കാടുകളെ പാഴ്നിലങ്ങളായിട്ടാണ് പലരും കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ സുനാമി പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായ സമയത്ത് കണ്ടൽക്കാടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ വളരെ നാശനഷ്ടം കുറവായിരുന്നു. കണ്ടൽക്കാടുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് കണ്ടൽക്കാടിനെ കുറിച്ച് കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും കണ്ടൽക്കാടിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ അന്ന് മുതലേ നടന്നു വരുന്നുണ്ട്. ഈ കണ്ടൽ ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ തണ്ണീർത്തടങ്ങളിലാണ് പ്രധാനമായിട്ടും കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നത്. ഈ തണ്ണീർത്തടങ്ങൾ ഭൂമിയിലെ ജലസ്രോതസ്സുകളെ ഉയർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഒരു പരിധിവരെ സുനാമി പോലത്തെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനും കാറ്റിനെ തടഞ്ഞു നിർത്താനും വേലിയേറ്റത്തെ തടഞ്ഞു നിർത്താനും അതുപോലെ ശക്തമായ തിരമാലകളിൽ നിന്നും ഇത് ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൻമതിൽ പോലെ സൃഷ്ടിക്കപ്പെടുന്നതാണ് കണ്ടൽക്കാടുകൾ. മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രവും മറ്റ് നിരവധി മത്സ്യങ്ങളുടെ വാസസ്ഥാനവും കണ്ടൽക്കാടുകളാണ്. അതുപോലെ മാലിന്യങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവുകൾ കണ്ടൽക്കാടുകൾക്കുണ്ടെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പരിധിവരെ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നുണ്ട്. മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനുള്ള കഴിവുകളും കണ്ടൽക്കാടുകളുണ്ട്. പക്ഷേ അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്ന പോലെ കണ്ടൽ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ മാലിന്യ നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. വനങ്ങളിലെ ചില വൈദേശിക സസ്യങ്ങൾ കാരണം നിരവധി ജീവികളാണ് അന്യം നിന്നു പോയത്. വൈദേശിക സസ്യങ്ങളിലൂടെ തങ്ങളുടെ ഭക്ഷണം നഷ്ടമായ നിരവധി ജീവികൾ ഇല്ലാതായി. ഇത് ഭക്ഷ്യശൃംഖലയെ പോലും തകർത്തു. ചില വിഭാഗം ജീവികൾ തീരെ ഇല്ലാതായി, ചിലവ ക്രമാതീതമായി വർദ്ധിച്ചു. ഇതെല്ലാം ഭൂമിയുടെ ഘടനയെപ്പോലും നശിപ്പിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ സംരക്ഷണത്തിനായി നാം വ്യക്തിഗത ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാർബൺ പാദമുദ്ര കുറയ്ക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത്യാവശ്യമല്ലാത്ത ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കാൻ സാധിക്കും. ലളിതമായ ജീവിതശൈലിയാണ് മറ്റൊന്ന്. അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ഉപഭോഗ രീതികൾ ഉപേക്ഷിച്ച് പ്രകൃതി സൗഹൃദപരമായ വസ്തുക്കൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണം. വനങ്ങൾ നശിക്കുന്നത് കാർബൺ ആഗിരണം ചെയ്യാനുള്ള ഭൂമിയുടെ ശേഷി കുറയ്ക്കുന്നു. അതിനാൽ കൂടുതൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ സാധിക്കും. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുകയും മഴവെള്ള സംഭരണം പോലുള്ള രീതികൾ അവലംബിക്കുകയും വേണം. ചതുപ്പ് നിലങ്ങൾ, കാവുകൾ, സമുദ്രതീരങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഇതിലൂടെ പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്താനാകും. പ്രാദേശിക ഭരണകൂടങ്ങളുമായി ചേർന്ന് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളിലും വൃക്ഷത്തൈ നടീൽ ക്യാമ്പുകളിലും പൗരന്മാരെ സജീവമായി പങ്കുചേർക്കണം. വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണം. ജനസംഖ്യയിലെ വർധനയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും പ്രകൃതി ദുരന്തങ്ങളും കാരണം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭൂമിയുടെ സ്വാഭാവികമായ ഘടന നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഭൂമി നമുക്ക് പ്രദാനം ചെയ്യുന്ന വിഭവങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഭൂമിക്ക് പകരം മറ്റൊരു ഗ്രഹമില്ലെന്ന ഓർമ്മ ഓരോ മനുഷ്യനും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഭൗമ സംരക്ഷണ ദിനത്തിലെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഫലം കാണുകയുള്ളൂ. എല്ലാ ദിവസവും ഭൗമദിനമായി കരുതി പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം. 2026 ഭൗമദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.